ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരത്തിലുള്ള നമ്മുടെ കുറച്ച് പ്ലാന്റ്സിനെ കുറച്ച് കെയർ വീഡിയോ പറയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഇട്ടേക്സ് നമ്മുടെ പ്ലാന്റ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി നമ്മളെല്ലാവരും ചിലപ്പോൾ പല ഓരങ്ങളും ചെയ്യാറുണ്ട്. ആദ്യം നടുമ്പോൾ എല്ലാവരും ചാണകമൊക്കെ ചേർത്തായിരിക്കും നടന്ന് നോക്കി. പക്ഷേ എന്തെന്നാൽ പോലും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അത് ഒരു സമയത്ത് പൂക്കും. ഓക്കെ, അതെപ്പോഴാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് സെയിലിനുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ കയ്യിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഒക്കെ ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഏകദേശം ഫ്ലവർ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് പീരീഡ് എന്നാണ് ജസ്റ്റ് പറയാൻ പോകുന്നത്, ടൈമാണ്. ഇതൊക്കെ നമ്മളിൽ വെറും 50 രൂപയാണ് ഈ പ്ലാന്റാണ്. വിത്ത് പിങ്ക് ഷെയ്ഡുള്ളതാണ്. എൻ്റെ കയ്യിൽ വെച്ച് എൻ്റെ കളർ അറിയാം, പ്യുവർ വൈറ്റ് അല്ല, പിങ്ക് ഷെയ്ഡുള്ള പ്ലാന്റാണ്. ഇതിപ്പോൾ വിരിഞ്ഞ് കുറച്ച് ദിവസമായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഓരോ കൊടുക്കാതെയാണ് ഇപ്പോൾ അത് വേറെ ഫ്ലവറിങ്ങിനൊന്നും കൊടുത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക, നമ്മുടെ മഴ സമയമുണ്ടല്ലോ, ഈ മഴ സമയമാകുമ്പോൾ തനിയെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് നിറച്ച് പൂക്കൾ തരും ഗ്രൗണ്ട് ഓർക്കിഡ്സ്. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ളതാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. നമ്മളിപ്പോൾ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറുണ്ട്. ഇതൊക്കെ ഏകദേശം വരുന്ന കയ്യിൽ ഉള്ളതാണ് നമ്മുടെ യെല്ലോ. കണ്ട, കുഞ്ഞ് പ്ലാന്റ് വളരെ ചെറുതാണ്, പക്ഷേ എന്നാലും നല്ല പൂക്കൾ തരാറുണ്ട്. കണ്ട, ഇത് എൻ്റെ കയ്യിലുള്ള മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിഡാണ്. പിന്നെ ഇതാണ് ഏറ്റവും അഴകുള്ളത് എൻ്റെ ഉള്ളതിൽ, ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടുള്ളതിൽ. ഓക്കെ, ഇത് നമ്മുടെ ബ്രിക്ക് റെഡ് കളറുള്ളൊരു വെറൈറ്റിയാണ്. ഇതിനെ ബ്രിക്ക് റെഡ് ഗ്രൗണ്ട് ഓർക്കിഡ് എന്നാണ് ഞാൻ വിട്ടെടുത്തിട്ടുള്ള പേര്. ഓക്കെ, പിന്നെ അതൊരു വേറൊരു കുഞ്ഞ് പോട്ടിൽ കണ്ട നിറച്ച് വിരിഞ്ഞ് ഇരിപ്പുണ്ട്. ഇതെല്ലാം മഴ സമയമായപ്പോൾ എനിക്ക് വിരിഞ്ഞ് കിട്ടിയതാണ്. കണ്ട, നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ടാവും. അതാ വേറെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ സ്നോ വൈറ്റ്, അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസാണ്. ഇതൊക്കെ എപ്പോഴും ഫ്ലവർ ആവില്ല, പക്ഷേ കുഞ്ഞു ചെടിയാണ്. കണ്ട, ഒരു വലിയ ഇത് വെച്ചുകൊണ്ടിപ്പോൾ അതൊക്കെ ഏകദേശം വിരിഞ്ഞ് കഴിഞ്ഞു. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, സോ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഹാർട്ട് ഫാനൊക്കെ നിറച്ച് പൊടിക്കുന്നുണ്ട്. ഈ മഴ സമയത്താണ് അതൊക്കെ നിറച്ചൊന്ന് കയറി വരുന്നത്. പിന്നെ ഇതാ ഇവിടെ ഇരിപ്പുള്ളത് പോലെ ഇനി അവിടെയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നടന്നു പോകുന്നില്ല, നമുക്ക് ആ വേറെ വഴി വന്ന് അത് കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിൽ ഇനി വേറെ ഇവിടെ മാത്രമല്ല, നിറച്ചിപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങിയതുകൊണ്ട് നമുക്ക് മുട്ടെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്. അത് മഴയുള്ള സമയത്ത് നിങ്ങൾ മഴ നനയുന്ന പ്ലേസിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിറച്ച് ഫ്ലവേഴ്സ് കിട്ടും. ഇത് വേറൊരു ഫ്ലവറാണ് കേട്ടോ, നല്ല അതൊരു ക്രീപ്പർ പോലെ നിറച്ച് ഫ്ലവേഴ്സ് കിട്ടുന്നൊരു പ്ലാന്റ്. നല്ല വെള്ളം കൂടെ വീതി കൊടുക്കാം. ഞാൻ വെള്ളം വീത്തപ്പോൾ ചില സമയത്തൊക്കെ അതങ്ങ് വാടി പോകാറുണ്ട്. പിന്നെ നമ്മുടെ ഇതാണ് ഞാൻ അടുത്ത് വേറെ കാണിച്ചിട്ടാന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ആ സെയിം തന്നെയാണ് ഇവിടെ നിറച്ച് ഫ്ലവേഴ്സ് വെച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇതിലും അടുത്തൊരു മുട്ട് വരുന്നുണ്ട്, താഴെ വരുന്നുണ്ട്. ഒരെണ്ണത്തിൽ തന്നെ 2 ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ 2-3 പ്ലാന്റ്സ് രാവിലെ ആയതുകൊണ്ട് മീൻ വിളിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അത് നമുക്ക് നിറച്ച് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതാ ഇതിലൊക്കെ ഉണ്ടാ ആ കുഞ്ഞ് കവറിലിരിക്കുന്നതിന് പോലും എന്താ മൊട്ട് വന്നെങ്കിൽ മഴ സമയം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മഴയാകുമ്പോൾ ഇതിന് മെയിനായിട്ട് അപ്പോൾ ഫ്ലവറിന് ആവശ്യം നൈട്രജനാണ്. അപ്പോൾ നൈട്രജൻ സ്കൂൾ വണ്ടികൾ, അപ്പോൾ നൈട്രജൻ ആവശ്യമായിട്ടുള്ള നിങ്ങളിപ്പോൾ നൈട്രജൻ ലഭിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇതിനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എപ്പോഴും ഫ്ലവറിങ് കിട്ടും. മഴയില്ലാത്ത സമയം ഫ്ലവർ കിട്ടും, മഴ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. കണ്ട, അടുത്തൊരെണ്ണം. ഇതൊക്കെ എന്തോ ഇവിടെ നശിപ്പിക്കുന്നു ഓണിൻ്റെ മുട്ടിനെയൊക്കെ. ഓക്കെ, അടുത്ത് ഇത് ബ്രിക്ക് റെഡ് ആണെന്ന് തോന്നുന്നു. യെസ്, ഇത് ബ്രിക്ക് റെഡ് ആണ്. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന അതേ സെയിം വെറൈറ്റി തന്നെ. പിന്നെ അതാ ഇവിടെ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അതാ അവിടെ ഒരുത്ത ഇപ്പം ഫ്ലവർ കഴിഞ്ഞു. അടുത്ത് വീണ്ടും ഇനിയിപ്പോൾ മുട്ട് വരും. ഇനി അകത്തോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഒത്തിരി ഉണ്ടാവും. കാണാം, ഇതൊക്കെ നമ്മളിപ്പോൾ ഡോവ് ഓർക്കിഡ്സ് ആണ് ഉണ്ടാക്കുക. ഒരു ഫ്ലവർ കഴിഞ്ഞു, ഫ്ലവറിങ് പീരീഡ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് ഇരിപ്പുണ്ട്. ഇതൊക്കെ വേറെ ടൈപ്പാണ്. ഗ്രൗണ്ട് ഓർക്കിഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഫ്ലവറിങ് ആയതാണ്. ഇപ്പോൾ ഇതൊക്കെ ആ പിങ്കാണ്, അത് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഇതെന്തോ കേട് പറ്റിയിട്ടുണ്ട് ചിലതിൻ്റെ ഫ്ലവേഴ്സിനൊക്കെ ഇപ്പോൾ മഴ സമയത്ത്. ഇത് നമ്മളിലുള്ള വേറൊരു ഓർക്കിഡാണ്. ഇതിനും എന്തോ പുഴുക്കേട് വരുന്നുണ്ട്. കുറച്ച് എന്തെങ്കിലും നമുക്ക് പെസ്റ്റിസൈഡ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇവിടെ നിൽപ്പുള്ള പ്ലാന്റ്സ്. അപ്പോൾ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെ എല്ലാമാണ് കാണുന്ന പ്ലാന്റ്സും ബാക്കിയുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. ഓണക്കി അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് 9809809804 വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ കാണുന്ന പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ കാണിച്ച ഗ്രൗണ്ട് ഓർക്കിഡ്സ് സ്റ്റാർട്ടിങ്സ് ഒരു 50 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.